സ്റ്റുഡൻസ്, അപ്പൊ നമ്മള് ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. അപ്പൊ ബയോമോളിക്യൂൾസ്, അതിന്റെ തിയറി, ദെൻ അതിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ അതിന്റെ തിയറിയാണ് ആദ്യം പറയാൻ പോകുന്ന ബയോമോളിക്യൂൾസ്. അപ്പൊ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പൊ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ലിവിംഗ് ബോഡി കാണുന്ന മോളിക്യൂൾസ് ആണ് അല്ലെ. ഓർഗാനിക് മോളിക്യൂൾസ്, ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ കണ്ടെയ്നിങ് മോളിക്യൂൾസ് ആണ് ഇത് ശരിക്കും ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ആദ്യം തന്നെ രണ്ട് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ്, ബയോ മൈക്രോ മോളിക്യൂൾസ് ആൻഡ് ബയോ മാക്രോ മോളിക്യൂൾസ്. ബയോ മൈക്രോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ 1000 ഡാൾട്ടനേക്കാൾ മോളിക്കുലർ സൈസ് കുറവാണെങ്കിൽ അതാണ് ഇത് ബയോ മൈക്രോ മോളിക്യൂൾസ്. നേരെ 1000 to 10,000, ഒരു 1000 മുതൽ 10,000 ഡാൾട്ടനേക്കാൾ അധികം, 10,000 ഡാൾട്ടനേക്കാൾ കൂടുതലാണെങ്കിൽ അതെന്താണ്? ബയോ മാക്രോ മോളിക്യൂൾ. നമ്മൾ ഇതിനകത്ത് ആദ്യം പറയാൻ പോകുന്നത് ഈ ലിവിംഗ് ബോഡി കണ്ടെയ്ൻസ് ബോത്ത് ബയോ മൈക്രോ ആൻഡ് ബയോ മാക്രോ മോളിക്യൂൾസ്. ഒരു ബയോ മൈക്രോ മോളിക്യൂളും ബയോ മാക്രോ മോളിക്യൂളും ഒരു ലിവിംഗ് ബോഡി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ? ഓക്കെ. അപ്പം അത് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെന്റ് ആണ്. അപ്പം എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം തന്നെ നമ്മളൊരു ലിവിംഗ് ടിഷ്യൂ എടുക്കും. ഈ ലിവിംഗ് ടിഷ്യൂ നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യും. ഓക്കെ, ബൈ യൂസിങ് ഏതാണ്? ട്രൈക്ലോറോ അസിറ്റിക് ആസിഡ്. ട്രൈക്ലോറോ അസിറ്റിക് ആസിഡ് ഉപയോഗിച്ച് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു സൂപ്പ് ഇട്ടു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ സൂപ്പ് നമ്മൾ ഫിൽട്ടർ ചെയ്യും. ഓക്കെ, ഫിൽട്ടർ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളൊരു കോട്ടണോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്, കോട്ടണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പൊ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ട് ഫോമിലായിട്ട് കിട്ടും. ഒരു നമ്മൾക്ക് ഇങ്ങനെ തെളിഞ്ഞൊരു മീൻസ് ഒരു ടർബിഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് കാണും. അതിനകത്ത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ പാർട്ടിക്കിൾസ് ഇങ്ങനെ കാണാം. ഓക്കെ, എന്ന് വെച്ചാല് ആ ലിക്വിഡിനകത്ത് എന്ത് ചെയ്യും? കുറച്ചെണ്ണം അതിന് ഡിസോൾവ് ആയിട്ടുണ്ടോ, കുറച്ചെണ്ണം ഡിസോൾവ് ആവാതെ കിടക്കുവാണ്. അപ്പൊ എന്തൊക്കെയാണോ ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ട്രൈക്ലോറോ അസിറ്റിക് ആസിഡിനകത്ത് ഡിസോൾവ് ആയത് അതെല്ലാം എന്താണ്? ബയോ മൈക്രോ മോളിക്യൂൾസ് ആണ്. എന്തൊക്കെയാണോ ഡിസോൾവ് ആവാത്തത്? ബയോ മാക്രോ മോളിക്യൂൾസ്. ഓക്കെ, അപ്പൊ ആസിഡ് ഇപ്പൊ ബയോ മൈക്രോ മോളിക്യൂൾസ് ആസിഡ് സൊല്യൂബിൾ ആണ്. ഓക്കെ, ഈ ട്രൈക്ലോറോ അസിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ട്രൈക്ലോറോ അസിറ്റിക് ആസിഡ് അത് ഡിസോൾവ് ചെയ്ത്, നേരെ മറിച്ച് ബയോ മാക്രോ മോളിക്യൂൾ ആണെങ്കിലോ അത് ഡിസോൾവ് ആവില്ല. ഓക്കെ, അപ്പൊ അതാണ് എന്ത്? നമ്മുടെ ഈ ലിവിംഗ് ബോഡി കണ്ടെയ്ൻസ് ബോത്ത് ബയോ മൈക്രോ ആൻഡ് ബയോ മാക്രോ മോളിക്യൂൾസ് എന്ന് പറയും. ഇനി നമ്മൾ പറയുന്നത് ഈ ലിവിംഗ് ബോഡി കണ്ടെയ്ൻസ് ബോത്ത് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് എലമെന്റ്സ്. ഓർഗാനിക് എലമെന്റ്സ് തുടങ്ങി നമ്മുടെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഓർഗാനിക് ആണ്. ഇനോർഗാനിക് എലമെന്റ്സ് കണ്ടെയ്ൻ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു ലിവിംഗ് ടിഷ്യൂ എടുത്തു, അത് നമ്മൾ എന്ത് ചെയ്തു? ഡ്രൈ ചെയ്തു. എന്തിനാ ഡ്രൈ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു എസ്കേപ്പ് ടു വാട്ടർ വേപ്പേഴ്സ് എസ്കേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് ഡ്രൈ ചെയ്തു. ഡ്രൈ ചെയ്തതിനു ശേഷം നമ്മൾ അതിന് എന്ത് ചെയ്തു? ബേൺ ചെയ്തു. ഓക്കെ, ബേൺ ചെയ്തിട്ട് നമുക്ക് ആഷ് പ്രസന്റ് ആണെങ്കിൽ, ആഷ് നിങ്ങൾ കണ്ടാൽ that means it contain inorganic elements. ഓക്കെ, ആ ബേൺ ചെയ്തിട്ട് ആഷ് ഉണ്ടെങ്കിൽ, കാരണം എന്താ വെച്ചാൽ ഡ്രൈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്തൊക്കെ എലമെന്റ്സ് എസ്കേപ്പ് ചെയ്ത് പോകും? ഓക്സിജനും പോകും, ഹൈഡ്രജനും പോകും, രണ്ടും പോകും. ഓക്സിജനും പോകും, ഹൈഡ്രജനും പോകും. അതിന് അത് ബേൺ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് പോയിക്കോളും? കാർബണും പോകും അല്ലെ. അപ്പം ആരൊക്കെ പോയി? ഓക്സിജൻ പോയി, ഹൈഡ്രജൻ പോയി, കാർബൺ പോയി. ഇനി നമുക്ക് ആഷ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം പ്രസന്റ് ആണെങ്കിൽ അതെന്താണ്? ദാറ്റ് ഈസ് ഇനോർഗാനിക് എലമെന്റ്സ്. ഓക്കെ, ഇനി നമ്മള് പറയാൻ പോകുന്നത് ബയോ മൈക്രോ മോളിക്യൂൾസ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ബയോ മൈക്രോ മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ അമിനോ ആസിഡ്സ്, അതുപോലെ തന്നെ ലിപ്പിഡ്സ്, ന്യൂക്ലിയോടൈഡ്സ്, ന്യൂക്ലിയോസൈഡ്സ്, ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? ബയോ മൈക്രോ മോളിക്യൂൾസ് എക്സാമ്പിൾ. ഓക്കെ, അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ്, ലിപ്പിഡ്സ്, ന്യൂക്ലിയോടൈഡ്സ്, ന്യൂക്ലിയോസൈഡ്സ്, ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? ബയോ മൈക്രോ മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ അമിനോ ആസിഡ്സ് are the compounds which contain amino group and acid group. Amino acid എന്ന് പറഞ്ഞാൽ എന്താ? These are the compounds which contain amino group and acid group. This is the general structure for amino acids.
ഇതാണ് അമിനോ ആസിഡ്സിന്റെ ജനറൽ സ്ട്രക്ചർ. ഓക്കെ, അമിനോ ആസിഡ്സ് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ അമിനോ ഗ്രൂപ്പ് ആൻഡ് ആസിഡ് ഗ്രൂപ്പ്. അമിനോ ഗ്രൂപ്പും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആസിഡ് ഗ്രൂപ്പും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇതാണ് എന്ത് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അമിനോ ആസിഡ്സ് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ അമിനോ ഗ്രൂപ്പ് ആൻഡ് ആസിഡ് ഗ്രൂപ്പ്. ഇനി നമുക്ക് ഈ അമിനോ ആസിഡ്സ് നോക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥേൻ എന്ന് പറയും. സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥേൻ എന്ന് നമുക്ക് എന്തിനു വിളിക്കാൻ പറ്റും? അമിനോ ആസിഡ്സിനെ വിളിക്കാം. അമിനോ ആസിഡ്സ് ആർ ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥേൻ ബിക്കോസ് മീഥേന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? CH അപ്പൊ അതുകൊണ്ട് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥേൻ എന്ന് പറയും. ഓക്കെ, ഇനി അമിനോ ആസിഡ് ഇസ് ഓൾസോ കോൾഡ് ആസ് ആൽഫ അമിനോ ആസിഡ്. അമിനോ ആസിഡ് ഇസ് ഓൾസോ കോൾഡ് ആസ് ആൽഫ അമിനോ ആസിഡ് ബിക്കോസ് ദിസ് കാർബൺ, ഈ കാർബൺ എന്താണ്? ആൽഫ കാർബൺ ആണ്. ഈ ആൽഫ കാർബണിനകത്താണ് രണ്ട് ഫംഗ്ഷൻ കൊടുത്തത്, NH2COH രണ്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയും? ഇതിന് ആൽഫ അമിനോ ആസിഡ് എന്ന് പറയും. ഇനി ഈ R ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ച് അമിനോ ആസിഡ്സിന്റെ പേരിലും വ്യത്യാസം വരും. എന്ന് വെച്ചാൽ ഇപ്പൊ മൊത്തം 20 അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. 20 അമിനോ ആസിഡ്സ്. ഈ 20 അമിനോ ആസിഡ്സ് കാണിക്കുകയാണ് ഈ R മാറുന്നതിനനുസരിച്ച് അതിന്റെ പേരുകളും മാറി മാറി വരും. ഓക്കെ, 20 അമിനോ ആസിഡ്സ് നമ്മൾ ഈ 20 അമിനോ ആസിഡ് ആണ് നമ്മുടെ ബോഡിക്കകത്തുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ ബോഡിക്കകത്തുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പം നോക്കാം, NH2CH ഇവിടെ R വരെ വന്നേക്കുന്ന H ആണ്. ഓക്കെ, ഇവിടെ R വരെ വന്നേക്കുന്ന ഏതാണ്? H ആണ്. അപ്പൊ ഇതിന്റെ പേരാണ് ഗ്ലൈസിൻ. ഇനി NH2CH COOH CH3 അപ്പൊ ഇവിടെ R വന്നിരിക്കുന്നത് എന്താണ്? CH3 ആണ്, അലാനിൻ. ഓക്കെ, ഇനി NH2CH COOH CH2OH ഇവിടെ ആറിൽ വന്നിരിക്കുന്നത് എന്താണ്? CH2OH. അപ്പൊ അതുകൊണ്ടാണ് സെറിൻ. ഓക്കെ, അങ്ങനെ R മാറുന്നതിനനുസരിച്ച് എന്ത് വരുന്നുണ്ട്? ഇതിന്റെ പേരിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ സ്ട്രക്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് ആരോമാറ്റിക് അമിനോ ആസിഡ്സ്. Next is aromatic amino acids. Aromatic amino acids are the amino acids which amino acid contain an aromatic ring. Amino acids നകത്ത് ഒരു aromatic ring പ്രസന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള അമിനോ ആസിഡ്സിനെ പറയുന്ന പേരാണ് ഇത് aromatic amino acids. Okay, അപ്പൊ aromatic amino acids are the amino acids which contain an aromatic ring in the structure. അപ്പൊ അമിനോ ആസിഡ് സ്ട്രക്ചറിനകത്ത് നമ്മൾ ബെൻസിൻ, ഫ്യൂറാൻ, പൈറോളൊക്കെ പോലെ ഒരു ആരോമാറ്റിക് സ്ട്രക്ചർ പ്രസന്റ് ആണെങ്കിൽ, ഒരു ആരോമാറ്റിക് റിംഗ് പ്രസന്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇത് ആരോമാറ്റിക് അമിനോ ആസിഡ്സ്. ഓക്കെ, അപ്പൊ ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ആർ ദ അമിനോ ആസിഡ്സ് വിച്ച് കണ്ടെയ്ൻ ആൻ ആരോമാറ്റിക് റിംഗ് ഇൻ ദ സ്ട്രക്ചർ. സ്ട്രക്ചറിനകത്ത് ഒരു ആരോമാറ്റിക് റിംഗ് പ്രസന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള അമിനോ ആസിഡ്സിനെ പറയുന്ന പേരാണ് ഇത് ആരോമാറ്റിക് അമിനോ ആസിഡ്സ്. ഓക്കെ, നെക്സ്റ്റ് aromatic amino acids എക്സാമ്പിൾ ആണ് ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, തൈറോസിൻ. ഇതെല്ലാം തന്നെ ഇതിന് എക്സാമ്പിൾ ആണ്, aromatic amino acids എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്. Amino acids. Amino acids are classified into three. മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത്. നമ്പർ 1 acidic amino acid. Number 2 basic amino acid. Number 3 neutral amino acids. Okay, acidic amino acid, basic amino acid and neutral amino acid. Acidic amino acids are the amino acids which contain either one NH2 group and 2 COH group. ഒരു NH2 ഗ്രൂപ്പും ഒരു 2 COH ഗ്രൂപ്പും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അമിനോ ആസിഡ്സിനെ പറയുന്ന പേരാണിത് അസിഡിക് അമിനോ ആസിഡ്സ്. അസിഡിക് അമിനോ ആസിഡ്സിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഗ്ലൂട്ടാമിക് ആസിഡ്. അങ്ങനെ അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, അപ്പൊ acidic amino acids are the amino acids which contain one amino group and two COH group. Okay, next is basic amino acid. Basic amino acids are the amino acids which contain one COH group and two NH2. Or basic amino acids contain one COH group and two
NH2 ഗ്രൂപ്പ്. എക്സാമ്പിൾ ആണ് ലൈസിൻ. ഓക്കെ, എക്സാമ്പിൾ ഇസ് ലൈസിൻ. ബേസിക് amino acids which contain 1 COH group and 2 NH2. Example is lysine. Next is neutral amino acid. Neutral amino acid is the amino acids which contain 1 COH group and 1 NH2 group. 1 COH group, 1 NH2 group. Example ആണ് valine, അതുപോലെ തന്നെ സെറിൻ, ഗ്ലൈസിൻ, അലാനിൻ. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ ന്യൂട്രൽ അമിനോ ആസിഡ് എക്സാമ്പിൾ. ഏതൊക്കെയാണ്? വലൈൻ, സെറിൻ, ഗ്ലൈസിൻ, അലാനിൻ. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? ന്യൂട്രൽ അമിനോ ആസിഡ്സിന് എക്സാമ്പിൾ ആണ്. ന്യൂട്രൽ അമിനോ ആസിഡ്സ് ആർ ദ അമിനോ ആസിഡ്സ് which contain 1 carboxyl group, that is 1 COH group and 1 NH2 group. Okay. Next, അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, that is essential amino acid and non essential amino acid. Essential amino acid and non essential amino acid. അപ്പൊ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ അമിനോ ആസിഡ്സ് വെരി എസെൻഷ്യൽ ഫോർ അവർ ബോഡി, ബട്ട് അവർ ബോഡി കനോട്ട് സിന്തസൈസ്. ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതാണ് ഇത് എസെൻഷ്യൽ അമിനോ ആസിഡ്. ഓക്കെ, നമ്മുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമാണ്, പക്ഷെ നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അമിനോ ആസിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇനി അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ മെറ്റിയോണിൻ, ലൂസിൻ, ഐസോലൂസിൻ. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? എസെൻഷ്യൽ അമിനോ ആസിഡിന് എക്സാമ്പിൾ. നേരെ പക്ഷെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്, പക്ഷെ നമ്മുടെ ബോഡിക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല. നേരെ പക്ഷെ നോൺ എസെൻഷ്യൽ തോന്നിക്കണം നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സെറിൻ, അലാനിൻ, ഗ്ലൈസിൻ. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ എസെൻഷ്യൽ എക്സാമ്പിൾ. അപ്പൊ നമ്മൾ പറഞ്ഞ എസെൻഷ്യൽ നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ബോഡിക്ക് അത് എങ്ങനെ കിട്ടുള്ളൂ? ത്രൂ അവർ ഡയറ്റ്. ഡയറ്റ് വഴി മാത്രമേ എന്ത് കിട്ടുള്ളൂ? എസെൻഷ്യൽ അമിനോ ആസിഡ് നമുക്ക് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വഴി. ഓക്കെ, അടുത്താണ് സ്വിറ്റർ അയോൺ ആണ്. ദിസ് ഇസ് സ്ട്രക്ചർ ഓഫ് സ്വിറ്റർ അയോൺ. CH3 പ്ലസ് CHR COO മൈനസ്. ദിസ് ഇസ് സ്ട്രക്ചർ ഓഫ് സ്വിറ്റർ അയോൺ. ഇതാണ് സ്വിറ്റർ അയോണിന്റെ സ്ട്രക്ചർ. സ്വിറ്റർ അയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ആർ അയൺസ് which contain both positive and negative group. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന അമിനോ ആസിഡ്സ് ആണ് ഇത് ഈ സ്വിറ്റർ അയോൺസ്. സ്വിറ്റർ അയോൺ, സ്വിറ്റർ അയോൺ. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തുള്ളത്? അമിനോ ആസിഡ്സിന് നമുക്ക് പറയാനുള്ളത്. ദീസ് ആർ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അമിനോ ആസിഡ്സിന് പറയാനുള്ളത്. നെക്സ്റ്റ് ഇസ് ലിപ്പിഡ്സ്. എന്താണ് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ അടുത്താണ് സെക്കൻഡ്. ഇപ്പൊ നമ്മള് ബയോ മൈക്രോ മോളിക്യൂൾ ഒന്നാമത്തെയാണ് ഇത്, അമിനോ ആസിഡ് പറഞ്ഞ രണ്ടാമത്തെയാണ് ഇത് ലിപ്പിഡ്സ് പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെയാണ് നമ്മുടെ ലിപ്പിഡ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലിപ്പിഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ് കൊണ്ടാണ് ലിപ്പിഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. RCOOH. This is the general structure of നമ്മുടെ ഫാറ്റി ആസിഡ്. ഇപ്പൊ ലിപ്പിഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫാറ്റി ആസിഡുകൾ കൊണ്ടാണ്. ഫാറ്റി ആസിഡുകൾ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ലിപ്പിഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. RCOH is the general structure of lipids. Sorry, fatty acids. അപ്പൊ ലിപ്പിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇൻസൊല്യൂബിൾ ആണ്, ബട്ട് അതിന്റെ മോളിക്കുലർ വെയിറ്റ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് 1000 ആട്ടം. 1000 ആട്ടത്തിനേക്കാൾ മോളിക്കുലർ വെയിറ്റ് കുറവായതുകൊണ്ട് ശരിക്കും എന്താണ്? അത് ബയോ മൈക്രോ മോളിക്യൂൾ ആണ്, ബട്ട് ഇറ്റ് ഇസ് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് ആസിഡ്. വാട്ടറിനകത്ത് ആസിഡിനകത്തൊക്കെ എന്താണ്? ലിപ്പിഡ് ഇൻസൊല്യൂബിൾ ആണ്. ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് വെസിക്കിൾസ്. വെസിക്കിൾസിന്റെ ഫോർമേഷൻ ഉള്ളത് കൊണ്ടാണ് ലിപ്പിഡ്സ് എന്താണ്? ആസിഡ്സിനകത്തും വാട്ടറിനകത്തൊക്കെ എന്ത് ഡിസോൾവ് ആവാതെ കിടക്കുന്നത്. ബട്ട് അതിന്റെ മോളിക്കുലർ സൈസ് നോക്കുകയാണെങ്കിൽ 1000 ആട്ടത്തിനേക്കാൾ കുറവാണ്. അതുകൊണ്ടാണ് ലിപ്പിഡ്സിനെ എന്തിൽ പെടുത്തേക്കുന്നത്? ബയോ മൈക്രോ മോളിക്യൂൾസിനകത്ത് പെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഇത് ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ് രണ്ട് ടൈപ്പോള്. നമ്പർ 1 is saturated fatty acid and unsaturated fatty acid. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് ഫാറ്റി ആസിഡ്സ് ആണ്. ഒന്നേതാണ്? saturated fatty acid and unsaturated fatty acid. Fatty acids are of two types, that is saturated fatty acid and unsaturated fatty acid. But saturated fatty acids are the fatty acids which contain only single bond. Single bond മാത്രം contain ചെയ്യുന്ന fatty acid ആണ് ഇത് saturated fatty acid. അപ്പോൾ unsaturated fatty acids are the fatty acids which contain one or more double bond or triple bond. ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ നോട്ട് ഓൺലി സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. ഓക്കെ,
അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് contain only single bond. Unsaturated fatty acids contain one or more double bond or triple bond. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് എക്സാമ്പിൾ ആണ് ഇത് നമ്മുടെ പാൽമെറ്റിക് ആസിഡ്. ഓക്കെ, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ ആണ് ഇത് പാൽമെറ്റിക് ആസിഡ്. അപ്പം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ ആണ് നമ്മുടെ പാൽമെറ്റിക് ആസിഡ്. പാൽമെറ്റിക് ആസിഡിന്റെ സ്ട്രക്ചർ ആണ് CH3 CH2 14 COOH. This is the structure of ഏതാണ് പാൽമെറ്റിക് ആസിഡ്. ഓക്കെ, പാൽമെറ്റിക് ആസിഡ് എന്തിന് എക്സാമ്പിൾ ആണ്? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ ആണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ ആണ് അരക്കിഡോണിക് ആസിഡ്. അരക്കിഡോണിക് ആസിഡ് ആണ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് വരുന്നത്. അതിന്റെ സ്ട്രക്ചർ വരികയാണെങ്കിൽ CH double bond CH2 CH3 CH17 COH. This is structure of arachidonic acid. Arachidonic acid എന്തിന് എക്സാമ്പിൾ ആണ്? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ ആണ് ഇത് നമ്മുടെ arachidonic acid. അപ്പൊ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ ആണ് ഇത് പാൽമെറ്റിക് ആസിഡ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി എക്സാമ്പിൾ ആണ് ഇത് arachidonic acid. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് ട്രൈ അസൈൽ ഗ്ലിസറോൾ. ട്രൈ അസൈൽ ഗ്ലിസറോൾ. ട്രൈ അസൈൽ ഗ്ലിസറോൾ എന്ന് പറഞ്ഞാല് ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ gives esters. ഓക്കെ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി ചേർന്ന് എസ്റ്റർ കിട്ടുകയാണെങ്കിൽ അതാണ് ഇത് ട്രൈ അസൈൽ ഗ്ലിസറോൾ. ഈ ട്രൈ അസൈൽ ഗ്ലിസറോൾ 3 ടൈപ്പ് ഉള്ളത്. നമ്പർ 1 monoglycerides, number 2 diglycerides, number 3 triglycerides. ഓക്കെ, മോണോഗ്ലിസറൈഡ്സ് അതുപോലെ തന്നെ ഡൈഗ്ലിസറൈഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ്. മോണോഗ്ലിസറൈഡ്സ്, ഡൈഗ്ലിസറൈഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫാറ്റി ആസിഡ് സ്ട്രക്ചർ നമുക്ക് ഓൾറെഡി അറിയാം. ഏതാണ്? RCOOH. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഫാറ്റി ആസിഡ്. നേരെ വെച്ച് ഗ്ലിസറോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ CH2OH CHOH CH2OH. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഏതാണ്? ഗ്ലിസറോൾ. ഇതാണ് ഇത് ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഗ്ലിസറോൾ ഫാറ്റി ആസിഡിനോട് കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടണം? എസ്റ്റർ കിട്ടും. അന്നേരം അപ്പം ഇത് മോണോഗ്ലിസറൈഡ് ആണെങ്കിൽ, മോണോഗ്ലിസറൈഡ്സ് ആണെങ്കിൽ മോണോഗ്ലിസറൈഡ്സ് ആർ ദി ഗ്ലിസറൈഡ്സ് which contain one fatty acid and one glycerol. ഓക്കെ, ഒരു ഫാറ്റി ആസിഡ് ഒരു ഗ്ലിസറോൾ ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. നേരെ വെച്ച് ഡൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാലോ ഇറ്റ് കണ്ടെയ്ൻ 2 fatty acids plus 1 glycerol. 2 fatty acid and 1 glycerol. Next, triglycerides. Triglycerides എന്ന് പറഞ്ഞാൽ എന്താ? 3 fatty acid plus 1 glycerol. 3 fatty acid and 1 glycerol. Okay, അപ്പം ട്രൈഗ്ലിസറൈഡ്സ് ട്രൈഅസൈൽ ഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് എ എസ്റ്റിഫിക്കേഷൻ ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ഗ്ലിസറോൾ. ഓക്കെ, അപ്പൊ എസ്റ്റിഫിക്കേഷൻ ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ഗ്ലിസറോൾ ഇതാണ് ട്രൈഅസൈൽ ഗ്ലിസറോൾ. ട്രൈഅസൈൽ ഗ്ലിസറോൾ ആർ ഓഫ് 3 types. ഇതായിരുന്നു മോണോഗ്ലിസറൈഡ്സ്, ഡൈഗ്ലിസറൈഡ്സ് ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ്. മോണോഗ്ലിസറൈഡ്സ് തോന്നിക്കുകയാണെങ്കിൽ മോണോഗ്ലിസറൈഡ്സ് തോന്നിക്കുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ 1 fatty acid and 1 glycerol. Diglycerides contain 2 fatty acid and 1 glycerol. Triglycerides contain 3 fatty acid and 1 glycerol. ഇനി മോണോഗ്ലിസറൈഡ്സിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞു. ഇത് രണ്ടും കൂടെ കൂടിയിട്ടില്ല, ഒരു ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോൾ ആണ് വരുന്നത്. അപ്പൊ എന്ത് വരും? CH2 CH CH2 OH OH O C double bond O. This is monoglyceride. ഇതാണ് എന്ത്? മോണോഗ്ലിസറൈഡ്. ഇനി ഡൈഗ്ലിസറൈഡ്സ് ആണെങ്കിലോ CH2 CH CH2OH CO C double bond R2 O C double bond O R1. ഇതാണ് ഇത് ഡൈഗ്ലിസറൈഡ്സ്.
ഡൈഗ്ലിസറൈഡ്സ്. ഇനി ട്രൈഗ്ലിസറൈഡ്സ് വന്നിട്ടാണെങ്കിൽ this is triglycerides. Okay, monoglyceride, diglyceride, triglyceride. This is triglyceride. Triglycerides. Okay, monoglyceride, diglycerides and triglyceride. ഇതാണ് സ്ട്രക്ചർ. Okay. ഇതാണ് triacylglycerol. Triacylglycerol എന്ന് പറഞ്ഞാൽ it is the esterification of fatty acid with glycerol. Esterification of fatty acid with glycerol. It's of three types. ഏതായിരുന്നു? Monoglycerides, diglycerides, triglycerides. Monoglycerides contain one fatty acid and one glycerol. Diglycerides contain two fatty acid and one glycerol. And triglycerides contain three fatty acid and one glycerol. Okay, this is structure of fatty acid, structure of glycerol, structure of monoglycerides, diglycerides, triglycerides. ഇനി നമ്മുടെ ലിപ്പിഡ്സ് രണ്ട് ടൈപ്പ് ഉള്ളത് ബേസ്ഡ് ഓൺ ദ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് അടിസ്ഥാനത്തിൽ ലിപ്പിഡ്സ് രണ്ട് ടൈപ്പ് ഉള്ളത്. ഒന്ന് തന്നെ ഫാറ്റും മറ്റേതും ഓയിൽസ് ആണ്. ഫാറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓയിൽസ് ആണ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, ഫാറ്റ് ആൻഡ് ലിക്വിഡ് ഇൻ നേച്ചർ. ഫാറ്റ് എന്താണ്? ലിക്വിഡ് ഇൻ നേച്ചർ ആണ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ഫാറ്റ്സ് എന്താണ്? ലിക്വിഡ് ഇൻ നേച്ചർ ആണ്. അതുപോലെ തന്നെ നേരെ മറിച്ച് നമ്മുടെ ഓയിൽസ് ആണെങ്കിലും സോറി റൂം ടെമ്പറേച്ചറിൽ ഓയിൽസ് ലിക്വിഡ് ഇൻ നേച്ചർ ആണ്. ഫാറ്റ് എന്താണ്? സോളിഡ് നേച്ചർ ആണ്. ഫാറ്റിന് മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. ഓയിൽസ് ആണെങ്കിലോ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. അപ്പൊ ഓയിൽസ് നമുക്ക് പ്രൊഡക്റ്റുകൾ ഓയിൽസ് ഇഷ്ടംപോലെ നമുക്ക് ഓയിൽസിനകത്ത് പറയാം. നേരെ വിളിച്ച് ഫാറ്റിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഇത് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ സ്ട്രക്ചർ ആണ്. This is the structure of cholesterol. Cholesterol structure. Next is phospholipids. Phospholipids. Okay. Phospholipids പറഞ്ഞിട്ടാണെങ്കിൽ presence of a phosphate group in the lipid is called as phospholipids. ലിപ്പിഡ്സിനകത്ത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ലിപ്പിഡ്സിനെ പറയുന്ന പേരാണ് ഇത് ഫോസ്ഫോലിപ്പിഡ്സ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ലെസിത്തിൻ. ലെസിത്തിന്റെ സ്ട്രക്ചർ ആണ് This is a structure of listing. About phospholipids, these are the lipids which contain a phosphate group in the lipid. ലിപ്പിഡിനകത്ത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ലിപ്പിഡ്സിനെ പറയുന്ന പേരാണ് ഇത് ഫോസ്ഫോലിപ്പിഡ്സ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ലെസിത്തിൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തുള്ളത് ലിപ്പിഡ്സ് ഉള്ളത്. അപ്പൊ അമിനോ ആസിഡ്സ് കഴിഞ്ഞോ, ലിപ്പിഡ്സ് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇനിയാണ് നമുക്ക് എന്ത് വരുന്നത്? ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ന്യൂക്ലിയോസൈഡ്സ് വരുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും ആണ് പറയാൻ പോകുന്നത്. ന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിയോസൈഡ്. What is the difference between nucleotide and a nucleoside? The nucleoside എന്ന് പറഞ്ഞിട്ടാണ്. The nucleoside എന്തൊക്കെ കണ്ടെയ്ൻ? Nucleoside contain nitrogen base plus pentose sugar. അതാണ് ന്യൂക്ലിയോസൈഡ് കണ്ടെയ്ൻ. നേരെ മറിച്ച് ന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻ nitrogen base plus pentose sugar plus
phosphoric acid. Okay, nitrogen base plus pentose sugar plus phosphoric acid. Nuclear side നോക്കിയാൽ nitrogen base plus pentose sugar. Okay, അപ്പം ഇവിടെ നൈട്രജൻ ബേസസ് രണ്ട് ടൈപ്പോട് based on the heterocyclic ring. Heterocyclic റിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നൈട്രജൻ ബേസിനെ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. പ്യൂരിൻസിൽ വരുന്നതാണ് നമ്മൾ അഡിനിനും അതുപോലെ തന്നെ ഗ്വാനിനും. പിരമിഡ്സ് വരുന്നതാണ് ഇതൊക്കെ തൈമിൻ, യുറാസിൽ, സൈറ്റോസ്. ഓക്കെ, പ്യൂരിൻസ് വരുന്നതാണ് ഇതൊക്കെ അഡിനിനും ഗ്വാനിനും. പിരമിഡ്സ് വരുന്നതൊക്കെ തൈമിൻ, യുറാസിൽ, സൈറ്റോസ്. ഓക്കെ, പ്യൂരിൻസ് വരുന്നതാണ് അഡിനിനും ഗ്വാനിനും. പിരമിഡ്സ് വരുന്നതാണ് തൈമിൻ, യുറാസിൽ, സൈറ്റോസ്. ക്ലിയർ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞ നൈട്രജൻ ബേസ്ഡ് ഓൺ ഹെട്രോസൈക്ലിക് റിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്തത്. ഇനി ബേസ്ഡ് ഓൺ ഡി എൻ എ ആൻഡ് ആർ എൻ, ഡി എൻ എക്കകത്തും ആർ എൻ എക്കകത്തും. ഡി എൻ എക്കകത്ത് പ്രസന്റ് ആയിട്ടുള്ള നൈട്രജൻ ബേസിൽ ഏതൊക്കെയാണ്? ഡി എൻ എക്കകത്ത് പ്രസന്റ് ആയിട്ടുള്ള നൈട്രജൻ ബേസിലാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസ്. ആർ എൻ എക്കകത്തോ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസ്. ഇവിടെ ഡി എൻ എക്കകത്ത് എന്തുണ്ടാവില്ല? യുറാസിൽ ഉണ്ടാവില്ല. ആർ എൻ എക്കകത്ത് എന്തുണ്ടാവില്ല? തൈമിൻ ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ? ഇനി അവർ നൈട്രജൻ ബേസ്ഡ് ഓൺ ഹെട്രോസൈക്ലിക് നൈട്രജൻ ബേസ് ആർ ഓഫ് ടു ടൈപ്സ്. ഏതൊക്കെയാണ്? അഡിനിൻ, പ്യൂരിൻസ് ആൻഡ് പിരമിഡ്സ്. പ്യൂരിൻസ് വരുന്നതാണ് ഇത് അഡിനിനും ഗ്വാനിനും. പിരമിഡ്സ് വരുന്നത് തൈമിൻ, യുറാസിൽ, സൈറ്റോസ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് സ്ട്രക്ചർ ഓഫ് അഡിനിന്റെ സ്ട്രക്ചർ നോക്കാം. നമുക്ക് സ്ട്രക്ചർ ഓഫ് അഡിനിൻ. നെക്സ്റ്റ് യുറാസിന്റെ സ്ട്രക്ചർ ആണെങ്കിൽ സ്ട്രക്ചർ ഓഫ് യുറാസ്. ഇതാണ് എന്ത്? യുറാസിന്റെ സ്ട്രക്ചർ. ഇത് അഡിനിന്റെ സ്ട്രക്ചർ. ഇത് യുറാസിന്റെ സ്ട്രക്ചർ ഓഫ് യുറാസ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഫോസ്ഫോറിക് ആസിഡ് പറയുകയാണെങ്കിൽ ഇപ്പൊ ന്യൂക്ലിയോടൈഡിനകത്ത് ഫോസ്ഫോറിക് ആസിഡ് പ്രസന്റ് എന്ന് പറഞ്ഞു. ഫോസ്ഫോറിക് ആസിഡിന്റെ ഫോർമുല എന്ന് പറഞ്ഞത് H2PO4 ആണ്. ഫോസ്ഫോറിക് ആസിഡിന്റെ ഫോർമുല എന്ന് വെച്ചാൽ അല്ലെ, ഇതാണ് ഫോസ്ഫോറിക് ആസിഡിന്റെ ഫോർമുലയാണ് H2PO4. ഇതാണ് ഫോസ്ഫോറിക് ആസിഡ് അല്ലെ. H3PO4 OH double bond. This is the structure of phosphoric acid. ഇനി നമുക്ക് ഷുഗർ, പെന്റോസ് ഷുഗർ പറയാം. പെന്റോസ് ഷുഗർ രണ്ടെണ്ണം ഏതാണ്? റൈബോസ് ആൻഡ് ഡിഓക്സി റൈബോസ് ആൻഡ് ഡിഓക്സി റൈബോസ്. റൈബോസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആറിനകത്ത് വരുന്ന ഷുഗർ ആണ് ഇത് റൈബോസും. ഡിയോക്സി റൈബോസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് ഡി എൻ എക്കകത്ത് വരുന്നതാണ് ഡിയോക്സി റൈബോസ്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഇത് റൈബോസും ഇത് ഡിഓക്സി റൈബോസ് ആൻഡ് ഡിയോക്സി റൈബോസ്. ബട്ട് ഈ ഡിയോക്സി റൈബോസിന്റെ വ്യത്യാസം കാണുന്നത് ആകെ ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പിലാണ് വ്യത്യാസം വന്നേക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഡിയോക്സി റൈബോസ് എന്തിനകത്ത് കാണപ്പെടുന്നത്? ഡി എൻ എക്കകത്താണ് കാണപ്പെടുന്നത്. റൈബോസ് ആണെങ്കിലോ
RNA-ക്കകത്താണ് റൈബോസ് കാണപ്പെടുന്നത്. ഡിയോക്സി റൈബോസ് കാണപ്പെടുന്നത് DNA-ക്കകത്തും, റൈബോസ് കാണപ്പെടുന്നത് RNA-ക്കകത്തും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ന്യൂക്ലിയോസൈഡ്സിന് വരുന്ന പേരുകൾ നോക്കാം. ന്യൂക്ലിയോസൈഡ്സിന് ഓരോ പേരുകൾ വരും. ന്യൂക്ലിയോസൈഡിന് അതുപോലെ തന്നെ ന്യൂക്ലിയോടൈഡിന് പേരുകൾ വന്നാൽ എന്താ നോക്കാം. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ന്യൂക്ലിയോസൈഡ് കണ്ടെയ്ൻ നൈട്രജൻ ബേസ് പ്ലസ് പെന്റോസ് ഷുഗർ. അതാണ് എന്ത്? ന്യൂക്ലിയോസൈഡ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഏതൊക്കെയാ പേര് നോക്കാം. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, യുറാസിൻ. അഡിനിൻ പ്ലസ് ഷുഗർ. അഡിനിൻ പ്ലസ് ഷുഗർ എന്ന് പറയുന്ന പേരാണ് എന്ത്? അഡിനോസിൻ. ഇനി ഗ്വാനിൻ പ്ലസ് ഷുഗർ ഏതാണ്? ഗ്വാനോസിൻ. ഓക്കെ, സൈറ്റോസിൻ പ്ലസ് ഷുഗർ ഏതാണ്? സൈറ്റിഡിൻ. തൈമിൻ പ്ലസ് ഷുഗർ ഏതാണ്? തൈമിഡിൻ. യുറാസിൽ പ്ലസ് ഷുഗർ യൂറിഡിൻ. ഓക്കെ, അഡിനിൻ പ്ലസ് ഷുഗർ ഏതാണ്? അഡിനോസിൻ. ഗ്വാനിൻ പ്ലസ് ഷുഗർ ഏതാണ്? ഗ്വാനോസിൻ. സൈറ്റോസിൻ ഷുഗർ ആണ് സൈറ്റിഡിൻ. തൈമിൻ പ്ലസ് ഷുഗർ ആണ് തൈമിഡിൻ. യുറാസിൽ പ്ലസ് ഷുഗർ ആണ് യൂറിഡിൻ. അപ്പൊ അഡിനോസിൻ, ഗ്വാനോസിൻ, സൈറ്റിഡിൻ, തൈമിഡിൻ, യൂറിഡിൻ. അപ്പോൾ ഈ ന്യൂക്ലിയോസൈഡ് ചിലത് RNA-യിൽ വരും, ചിലത് DNA-യിൽ വരും, ചിലത് രണ്ടിലും വരും. രണ്ടിലും വരുന്ന ഇങ്ങനെ ബോത്ത് DNA ബോത്ത് വരുന്ന ഏതൊക്കെയാണ്? അഡിനോസിൻ രണ്ടിലും വരും, ഗോനോസിൻ രണ്ടിലും വരും, സൈറ്റിഡിൻ രണ്ടിലും വരും. നേരെ മറിച്ച് തൈമിഡിൻ എന്തിന് മാത്രമേ വരുള്ളൂ? DNA-ക്കകത്ത് മാത്രമേ വരുള്ളൂ. യൂറിഡിൻ എന്തിന് മാത്രമേ വരുള്ളൂ? RNA-ക്കകത്ത് മാത്രമേ യൂറിഡിൻ വരുള്ളൂ. ഓക്കെ, അഡിനോസിൻ, ഗോനോസിൻ, സൈറ്റിഡിൻ മൂന്നെണ്ണത്തിലും വരും. തൈമിഡിൻ എന്തിനു മാത്രമേ വരുള്ളൂ? DNA-ക്കകത്ത് മാത്രമേ ഉള്ളൂ. യൂറിഡിൻ എന്തിനു മാത്രമേ വരുള്ളൂ? RNA-ക്കകത്ത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ന്യൂക്ലിയോസൈഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയോടൈഡ് നോക്കാം. ന്യൂക്ലിയോടൈഡ് ആകുമ്പോൾ നൈട്രജൻ ബേസ്, പെന്റോസ് ഷുഗർ പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്. അപ്പോ ഇതിനൊക്കത്തിലും പേരിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ അഡിനിൻ പ്ലസ് ഷുഗർ പ്ലസ് ഏതാണ്? ഫോസ്ഫോറിക് ആസിഡ്. അഡിനിൻ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫോറിക് ആസിഡ് ഏതാ വരുന്നത്? അഡിനിലിക് ആസിഡ്. അഡിനിലിക് ആസിഡ്. ഗ്വാനിൻ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫോറിക് ആസിഡ് ഏതാണ്? ഗ്വാനിലിക് ആസിഡ്. നെക്സ്റ്റ് ഗ്വാനോസിൻ പ്ലസ് സൈറ്റോസിൻ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്, സൈറ്റിഡിക് ആസിഡ്. Thymine plus sugar plus phosphoric acid. Thymine plus sugar plus phosphoric acid ഏതാണ്? Thymidilic acid. Next, uracil plus sugar plus phosphoric acid. Uridylic acid. അപ്പൊ അഡിനിലിക് ആസിഡ്, ഗോനിലിക് ആസിഡ്, സൈറ്റിലിക് ആസിഡ് ഇത് മൂന്നെണ്ണം എന്തിനകത്ത് വരും? ബോത്ത് DNA ആൻഡ് RNA. RNA-ക്കകത്തും DNA-ക്കകത്തും വരുന്ന ആൾക്കാരാണ് ആര്? അഡിനിലിക് ആസിഡ്, ഗോനിലിക് ആസിഡ്, സൈറ്റിലിക് ആസിഡ്. നേരെ വെച്ച് തൈമിഡിലിക് ആസിഡ് എന്തിനു മാത്രമേ വരുള്ളൂ?
DNA മാത്രമേ ആര് വരുള്ളൂ, തൈമിലിക് ആസിഡ് വരുള്ളൂ. അതുപോലെ തന്നെ യൂറിലിക് ആസിഡ് ആണെങ്കിൽ എന്തിനു മാത്രമേ വരുള്ളൂ, RNA മാത്രമേ ആര് വരുള്ളൂ, നമ്മുടെ യൂറിലിക് ആസിഡ് വരുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾ ക്ലിയർ ആയില്ല. അപ്പൊ ഇത്രയാണ് ബയോ മൈക്രോ മോളിക്യൂൾ. ബയോ മൈക്രോ മോളിക്യൂൾ നമ്മുടെ അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ്, ന്യൂക്ലിയോടൈഡ്സ്, ന്യൂക്ലിയോസൈഡ്സ്, ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്, ദാറ്റ് ഈസ് ബയോ മൈക്രോ മോളിക്യൂൾസ്. അപ്പം ഇനി ബയോ മാക്രോ മോളിക്യൂൾസ് ആണ്. അപ്പൊ ബയോ മാക്രോ മോളിക്യൂൾസിനകത്ത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് എല്ലാം ആണ് വരുന്നത്. അപ്പൊ അതിന്റെ പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ആർ പോളിപെപ്റ്റൈഡ്സ്. പോളിപെപ്റ്റൈഡ്സ് ആണ് പ്രോട്ടീനെ വിളിക്കുന്നത്. അപ്പൊ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അമിനോ ആസിഡ്സ് കൊണ്ട്. അപ്പൊ പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. NH2CHRCOOH, 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 NH2CHRCOOH. അപ്പം ഇവിടെ ഈ അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പൊ അമിനോ ആസിഡ്സിന് ഇവിടെയുള്ള ഒരു OHും ഇവിടെയുള്ള ഒരു Hും പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത്. ഒരു OHും ഒരു Hും, ഒരു OHും ഒരു Hും. ദാറ്റ് ഈസ് എലിമിനേഷൻ ഓഫ് വൺ വാട്ടർ മോളിക്യൂൾ. ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേഷൻ ആണ്. അപ്പം ഇവിടെ ഈ ഒന്നാമത്തെ അമിനോ ആസിഡിനെ എൻ ടെർമിനൽ അമിനോ ആസിഡ് എന്ന് പറയും. അവസാനത്തെ അമിനോ ആസിഡിനെ സി ടെർമിനൽ അമിനോ ആസിഡ് എന്ന് പറയും. എൻ ടെർമിനൽ അമിനോ ആസിഡും സി ടെർമിനൽ അമിനോ ആസിഡും. ഇനി രണ്ട് അമിനോ ആസിഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ അമിനോ ആസിഡ്സിന്റെ COOH ഗ്രൂപ്പും രണ്ടാമത്തെ അമിനോ ആസിഡിന്റെ NH2 ഗ്രൂപ്പും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ബൈ ദ ലിബറേഷൻ ഓഫ് വൺ വാട്ടർ മോളിക്യൂൾ. ഒരു വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്തിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് അമിനോ ആസിഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ബോണ്ടുകളെ പറയുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട്. The bond between the bond present in amino acid is called as peptide bond. അപ്പൊ അമിനോ ആസിഡ്സിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ബോണ്ടിനെ പറയുന്ന പേരാണ് എന്ത്, പെപ്റ്റൈഡ് ബോണ്ട്. സോറി, പ്രോട്ടീനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ബോണ്ടിനെ പറയുന്ന പേരെന്താണ്, പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാ, നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിക്കകത്ത് 20 ടൈപ്പ് അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ 20 ടൈപ്പ് അമിനോ ആസിഡ്സ് ആണ് എന്തുണ്ടാക്കുന്നത്, ഈ പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ആനിമൽസിന്റെ മേത്ത് കാണപ്പെടുന്ന പ്രോട്ടീനാണ് കൊളാജൻ. കൊളാജൻ. നേരെ മറിച്ച് പ്ലാന്റ്സ് കൂടെ കൂട്ടുമ്പോൾ ഏതാ വരുന്നത്, റുബിസ്കോ. റുബിസ്കോ, റുബിലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേറ്റ് ഓക്സിജനേസ്. റുബിസ്കോ, CSO, റുബിസ്കോ. റുബിലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേറ്റ് ഓക്സിജനേസ് ആണ് ഈ പ്രോട്ടീനെ പറയുന്നത്. ഏറ്റവും കൂടുതൽ അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ബയോസ്ഫിയർ. ബയോസ്ഫിയറിനകത്ത് ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ ആണ് ഇത് റുബിസ്കോ എന്ന് പറയുന്നത്. ആനിമൽ വേൾഡിനകത്ത്, ആനിമൽസിനകത്ത് ഏറ്റവും കൂടുതലുള്ള ഏതാണ്, കൊളാജൻ ആണ്. ഇനി പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ നമ്മൾ പറയുകയാണെങ്കിൽ പ്രോട്ടീൻസിന് 4 സ്ട്രക്ചേഴ്സ് ആണ്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചർ ആൻഡ് കോർഡിനേറ്ററി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ ആണ് ഇങ്ങനെ നേരെ നേരെ ലീനിയർ ആയി കാണുന്നതാണ് ഇത് പ്രൈമറി സ്ട്രക്ചർ. നേരെ ഒരു സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ്, ഇങ്ങനെ കൊയിൽഡ് ആയിട്ട് കാണുന്നതാണ് ഇത് സെക്കൻഡറി സ്ട്രക്ചർ. ഓക്കെ, ഇനി ടെർഷ്യറി സ്ട്രക്ചർ ആണെങ്കിൽ ഒരു വൂളൻ ബോൾ പോലെ, ഒരു വൂളൻ ബോൾ പോലെയാണ് എന്ത് നമ്മുടെ ടെർഷ്യറി സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ഒരു വൂളൻ ബോൾ പോലെ. ഓക്കെ, ഒരു വൂളൻ ബോൾ പോലെയാണ് നമുക്ക് ടെർഷ്യറി സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ക്ലിയർ? ഇനി കോർഡിനേറ്റർ സ്ട്രക്ചർ നോക്കിയാണ് ഇങ്ങനെയുള്ള ഈ വൂളൻ ബോൾ ഒരു പാക്കിലിട്ട് എങ്ങനെയുണ്ടാവും അതുപോലെയാണ് എന്ത് കാണുന്നത്, നമ്മുടെ കോർഡിനേറ്ററി സ്ട്രക്ചർ കാണുന്നത്. ഓക്കെ, അപ്പൊ പ്രൈമറി സ്ട്രക്ചർ എന്നാൽ ഇങ്ങനെ ലീനിയർ ആയിട്ട്, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ കൊയിൽഡ് ആയിട്ട്, ടെർഷ്യറി എന്ന് പറഞ്ഞാൽ ഒരു വൂളൻ ബോളിൻ്റെതാണ്, കോർഡിനേറ്ററി എന്ന് പറഞ്ഞാൽ എന്തോ ഇങ്ങനെയുള്ള ഒരു വൂളൻ ബോള് ഒരു പാക്കിലിട്ട്, ഒരു 5-6 വൂളൻ ബോൾ ഒരു പാക്കിലിട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലെ. ഇനി നമുക്ക് ഈ പ്രോട്ടീൻസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹെട്രോ പോളിമേഴ്സ് ഉണ്ട്, ഒന്ന് ഹോമോ പോളിമേഴ്സ് ഉണ്ട്. ഹെട്രോ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ പ്രോട്ടീൻസ് വിച്ച് കണ്ടെയ്ൻ
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്, ഒന്നിൽ കൂടുതൽ ടൈപ്പ് അമിനോ ആസിഡുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോട്ടീൻസിനെ പറയുന്ന പേരാണിത് ഹെട്രോപോളിമേഴ്സ്. ഓക്കെ, ഹോമോപോളിമേഴ്സ് ആർ ദ പോളിമേഴ്സ് വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്. ഒരൊറ്റ ടൈപ്പ് അമിനോ ആസിഡുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ അത് ഏതാണ്? ഹോമോപോളിമേഴ്സ് ആണ്. ഹെട്രോപോളിമേഴ്സ് എന്ന് ദീസ് ആർ ദ പ്രോട്ടീൻസ് വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ്, സോറി അമിനോ ആസിഡ്സ്. ഓക്കെ, അപ്പൊ ഈ ഹെട്രോപോളിമേഴ്സ് എന്നൊക്കെയാണ് ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ ടൈപ്പ് അമിനോ ആസിഡുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ അത് എന്താണ്? ഹെട്രോപോളിമേഴ്സ്. ഹോമോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ കൈൻഡ് ഓഫ് അമിനോ ആസിഡുകൾ കൊണ്ട് ഉണ്ടാക്കിയാണ് അത് ഹോമോപോളിമേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് നമുക്ക് വരാൻ പോകുന്നത് പോളിസാക്കറൈഡ്സ്. പോളിസാക്കറൈഡ്സ് polysaccharides. പോളിസാക്കറൈഡ്സ് എന്നൊക്കെയാണ് എന്താ? മാക്രോ ഷുഗേഴ്സ് എന്നാണ് നമുക്ക് പറയാം. മാക്രോ ഷുഗേഴ്സ്, വലിയ വലിയ ഷുഗേഴ്സ് ആണ് ഈ പോളിസാക്കറൈഡ്സ് എന്ന് വെച്ച് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ അത് മോണോസാക്കറൈഡ് എന്ന് പറയട്ടെ. മോണോസാക്കറൈഡ്സ് എന്നൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതുപോലെ തന്നെ ഗാലക്ടോസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? മോണോസാക്കറൈഡ് എക്സാമ്പിൾ. മോണോസാക്കറൈഡ്സ് ആർ ദ ഷുഗേഴ്സ്, സിംഗിൾ ഷുഗേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ഷുഗേഴ്സ്, ഏറ്റവും ചെറിയ മോണോമേഴ്സ് ഉണ്ടെങ്കിൽ കണ്ടെയ്ൻ ഓൺലി വൺ മോണോമർ, ഒറ്റ മോണോസാക്കറൈഡ് ഒറ്റ ഷുഗർ, വീണ്ടും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത ഷുഗേഴ്സ് ആണ് ഇത് മോണോസാക്കറൈഡ്സ്. ഡൈസാക്കറൈഡ്സ് ആണെങ്കിൽ ഡൈസാക്കറൈഡ്സ് കണ്ടെയ്ൻ ടു മോണോസാക്കറൈഡ്സ്, രണ്ട് മോണോസാക്കറൈഡ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ഇത് ഡൈസാക്കറൈഡ്. ലാക്ടോസ്, സുക്രോസ്, then മാൾട്ടോസ്, ഇതെല്ലാം ഇത് ഡൈസാക്കറൈഡ്സ്. അപ്പൊ മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ഓൺലി സിംഗിൾ ഷുഗേഴ്സ്, ഡൈസാക്കറൈഡ് എന്ന് പറഞ്ഞാണെങ്കിൽ രണ്ട് ഷുഗർ കൊണ്ട് ഉണ്ടാക്കുന്നത്. ദാറ്റ് മീൻസ് ലാക്ടോസ് രണ്ട് മോണോസാക്കറൈഡ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ലാക്ടോസ് എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ്. ഓക്കെ, സുക്രോസ് രണ്ട് മോണോസാക്കറൈഡ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്. ഇനി മാൾട്ടോസ് രണ്ട് മോണോസാക്കറൈഡ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ്. ഇതാണ് ആര് കണ്ടെയ്ൻ ചെയ്യുന്നത്? മാൾട്ടോസ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പൊ പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഗ് ഷുഗേഴ്സ്, വലിയ ഷുഗേഴ്സ്, ഈ ഗ്രൂപ്പ് ഓഫ് ഷുഗേഴ്സ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് മോണോസാക്കറൈഡ് കൂടി ചേർന്നിട്ടാണ് എന്ത് വരുന്നത്? പോളിസാക്കറൈഡ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഏകദേശം പോളിസാക്കറൈഡ് ഇങ്ങനെ അല്ലെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊരു സ്കെലിറ്റൽ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് ഇങ്ങനെയായിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ പോളിസാക്കറൈഡ്സ് ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് പോളിസാക്കറൈഡ്സ് ഉണ്ടാവുന്നത്. അപ്പൊ രണ്ട് പോളിസാക്കറൈഡ്, രണ്ട് മോണോസാക്കറൈഡ് അല്ലെ? ഇതൊരു ഒന്നാമത്തെ മോണോസാക്കറൈഡ്, രണ്ടാമത്തെ മോണോസാക്കറൈഡ്. അപ്പൊ ഒന്നാമത്തെ മോണോസാക്കറൈഡ് രണ്ടാമത്തെ മോണോസാക്കറൈഡ് ജോയിൻ ചെയ്യുന്ന ബൈ ദി ലിബറേഷൻ ഓഫ് വൺ വാട്ടർ മോളിക്യൂൾ. ഒരു ഡീഹൈഡ്രേറ്റ് സംഭവിച്ചിട്ടാണ്. ഓക്കെ, ഒരു വാട്ടർ മോളിക്യൂൾ ലിബറേറ്റ് ചെയ്തിട്ട് ഡീഹൈഡ്രേറ്റ് സംഭവിച്ചിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? ഒന്നാമത്തെ ഷുഗർ അടുത്ത ഷുഗർ ആയിട്ട് ജോയിൻ ചെയ്യും. അപ്പൊ ഈ ഒന്നാമത്തെ ഷുഗറിന് അടുത്ത ഷുഗറായിട്ട് ജോയിൻ ചെയ്യുന്ന ഈ ബോണ്ടിനെ പറയുന്ന പേരാണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്, അല്ലെങ്കിൽ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ്, അല്ലെങ്കിൽ ഗ്ലൈക്കോസൈഡിക് ബോണ്ട് എന്നാണ് പറയാ. രണ്ട് ഷുഗേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ബോണ്ട് എന്നാണ് ഈ ബോണ്ടിനെ പറയുന്ന പേരാണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. അപ്പം ഇവിടെ ഈ നമുക്ക് റൈറ്റ് എൻഡിലുള്ള ഷുഗേഴ്സിനെ ഈ ഷുഗർ നമ്മുടെ പോളിസാക്കറൈഡിന്റെ റൈറ്റ് എൻഡിനെ റെഡ്യൂസിംഗ് എൻഡ് എന്നും ലെഫ്റ്റ് എൻഡിനെ നോൺ റെഡ്യൂസിംഗ് എൻഡ് എന്ന് പറയും. ഓക്കെ, റെഡ്യൂസിംഗ് എൻഡും നോൺ റെഡ്യൂസിംഗ് എൻഡും. ഇനി നമുക്ക് ഈ നമ്മുടെ പോളിസാക്കറൈഡ്സ് ശരിക്കും ഈ രണ്ട് ടൈപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കുകയാണ്. പോളിസാക്കറൈഡ്സ് നമുക്ക് രണ്ട് ടൈപ്പോൾ ഉള്ളത്. ദാറ്റ് ഈസ് ഹോമോ പോളിസാക്കറൈഡ്സ് ആൻഡ് ഹെട്രോ പോളിസാക്കറൈഡ്സ്. ഹോമോ പോളിസാക്കറൈഡും അതുപോലെ തന്നെ ഹെട്രോ പോളിസാക്കറൈഡും. അപ്പൊ ഈ ഹോമോ പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ ഓൺലി വൺ മോണോമർ, ഒറ്റ മോണോമർ കൊണ്ട് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മോണോമർക്ക് ഉണ്ടാക്കിയതാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇത് ഹോമോ പോളിസാക്കറൈഡ്സ്. ഓക്കെ, ഹോമോ പോളിമേഴ്സ്. ക്ലിയർ? ഹെട്രോ എന്ന് പറഞ്ഞിട്ട് കണ്ടെയ്ൻ ബോത്ത് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ഉണ്ട്. അപ്പൊ ഹോമോ പോളിസാക്കറൈഡ് എക്സാമ്പിൾ ആണ് നമ്മുടെ സ്റ്റാർച്ച്, സെല്ലുലോസ്, അതുപോലെ തന്നെ ഇനുലിൻ. ഇതെല്ലാം തന്നെ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? മറ്റേ
സിംഗിൾ, ഒന്നെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് ആകും. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, ഇത് മൂന്ന് എന്താണ് ഹോമോപോളിമേഴ്സ് ആണ്. ഏതൊക്കെയാണ്? സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. ഇത് മൂന്ന് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? ഗ്ലൂക്കോസ് ഉണ്ടാക്കിയതാണ്. ഓക്കെ, നേരെ മറിച്ച് ഇനുലിൻ, ഇനുലിൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? ഫ്രക്ടോസ് ഉണ്ടാക്കിയതാണ് ഇനുലിൻ. ഓക്കെ, അപ്പോ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഹോമോപോളിസാക്കിന് എക്സാമ്പിൾ. അടുത്താണ് കൈറ്റിൻ. കൈറ്റിൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആർത്രോപോഡ്സിന്റെ ഒക്കെ എക്സോസ്കെലിറ്റിന് മുകളിൽ കാണപ്പെടുന്നതാണ് കൈറ്റിൻ. അതെന്താണ്? അതൊരു ഹെട്രോപോളിസാക്കിഡ് ആണ്. ഹെട്രോപോളിസാക്കിഡ് എന്താണ്? ഇറ്റ് കണ്ടെയ്ൻ ബോത്ത് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അതുപോലെ തന്നെ നമ്മുടെ അഗർ നിങ്ങൾക്കറിയാം, ജെല്ലി അല്ലെ, അഗർ എന്ന് പറഞ്ഞാൽ അറിയാം, അത് പോളിസാക്കിഡ് ആണ്. ഇറ്റ് ഇസ് എ ഹെട്രോപോളിസാക്കിഡ്. അത് എന്താണ്? അതൊരു ഹെട്രോപോളിസാക്കിഡ്. അപ്പൊ ഹോമോപോളിസാക്കിഡ് എക്സാമ്പിൾ, ഹെട്രോപോളിസാക്കിഡ് എക്സാമ്പിൾ. ഇതുവരെയാണ് നമുക്ക് പോളിസാക്കിഡ്സ് പറയാനുള്ളത്.